بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യസാക്ഷ്യ വചനമായ കലിമത്തു തൗഹീദും കലിമത്തു തഖ്വയും കലിമത്തു സിദ്ഖും അൽ കലിമത്തു ത്വയ്യിബയും ഒക്കെയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിൻ്റെ ആശയവും അടിസ്ഥാന ഘടകങ്ങളും നിബന്ധനകളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യ വചനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമാക്കുന്നത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തേടുന്നതും ആജ്ഞാപിക്കുന്നതും എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴാണ് ആളുകൾക്ക് ഉപകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കപ്പെടുവാനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണ്? ഈ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചില അജ്ഞതകൾ പല മുസ്ലിമീങ്ങളിലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന പല മുസ്ലിമീങ്ങളിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയെ അസാധുവാക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താൽപ്പര്യങ്ങൾക്ക് നിരക്കാത്തതോ ആയ പ്രവൃത്തികൾ, വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ടതുണ്ട്. അതേപോലെ അതിന് പറയപ്പെട്ടതായ നിബന്ധനകളും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഉപകരിക്കുവാൻ. അതിനാൽ സുവിശേഷം അറിയിക്കപ്പെട്ടതായ മഹത്വങ്ങളും സുരക്ഷകളും പുണ്യങ്ങളും നമുക്ക് നേടുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിൻ്റെ താക്കോലാണെന്നറിയിക്കുന്ന ചില അസറുകൾ വന്നിട്ടുണ്ട്. സ്വർഗം തുറക്കുവാൻ സ്വർഗീയ കവാടങ്ങൾക്കുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വിഷയത്തിൽ ചില അസറുകൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം വഹബ് ഇബ്നു മുനബ്ബഹിനോട് അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൻ്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ബല, സ്വർഗം തുറക്കാൻ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്.
വലാക്കിൻ ലൈസ മിൻ മിഫ്താഹിൻ ഇല്ലാ വലഹു അസ്നാൻ. ഏതൊരു താക്കോലിനും അതിന് പല്ലുകളുണ്ട്. ഫൈൻ അതൈത ബി മിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ് വ ഇല്ലാ ലം യുഫ്തഹ്. സ്വർഗ കവാടം തുറക്കുവാൻ പല്ലുകളൊത്ത താക്കോലായിട്ട് നീ വന്നാൽ നിനക്ക് തുറക്കപ്പെടും, അതില്ല എങ്കിൽ സ്വർഗ കവാടം തുറക്കപ്പെടുകയില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗ കവാടത്തിനുള്ള താക്കോലിൻ്റെ പല്ലുകൾ? അത് ഷർത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയപ്പെട്ട ഷർത്തുകളാണ്. ഹസനുൽ ബസരി ഒരിക്കൽ ഫറസ്ദഖ് എന്ന തമീമി കവിയുടെ ഭാര്യയുടെ ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കവേ ഫറസ്ദഖിനോട് പറഞ്ഞു, മാദ ആദത്തലി ഹാദലിയവും. ഭർത്താവ് ഭാര്യനെ മറമാടുകയാണ്. അപ്പോൾ ഭർത്താവിനോട് ഇമാം ഹസനുൽ ബസരിയുടെ ചോദ്യം, ഇങ്ങനെ ഒരു നാൾ നിങ്ങൾക്കും വരാനുണ്ട്. മണ്ണിൽ സംസ്കരിക്കപ്പെടുന്ന, ഖബറിൽ അടക്കപ്പെടുന്ന ഒരു ദിനം. ഈ നാളത്തേക്ക് നിങ്ങൾ എന്താണ് ഒരുക്കിയത് എന്ന് കവിയോട് ചോദിച്ചപ്പോൾ ഫറസ്ദഖ് തമീമി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനമാണ് എന്നാണ്. അപ്പോൾ ഹസനുൽ ബസരി പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ആ ഷർത്തുകൾ പാലിക്കണം. അതുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നത് നിങ്ങൾ നിർത്തണം എന്ന് ഫറസ്ദഖിനോട് ഇമാം അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവല ഉച്ചാരണം മാത്രം പോരാ, പ്രത്യുത ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും തേട്ടവും യഥാവിധം ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ സാക്ഷാത്കരിക്കുകയും അതിനൊത്ത പ്രവൃത്തികൾ ചെയ്യുകയും അതിന് നിരക്കാത്തവ കൈയൊഴിക്കുകയും വേണം എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത അറിയിക്കുന്ന വചനങ്ങൾ ധാരാളമാണ്. ഇവിടെ അതെണ്ണുന്നില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ ഇവിടെ വിശദീകരിക്കപ്പെടുമ്പോൾ അതിൽ പ്രസ്തുത വചനങ്ങളൊക്കെ നമുക്ക് വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ആവർത്തിച്ച് നമ്മൾ അതിനുവേണ്ടി സമയം നീക്കേണ്ടതില്ല. അത് നമ്മുടെ തുടർ വിഷയങ്ങളിൽ വരുന്ന ഭാഗങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ കലിമത്തു തഖ്വ, അതേപോലെ അൽ കലിമത്തു ത്വയ്യിബ, അതേപോലെ അസ്സിദ്ഖ്, അതേപോലെ അൽ ഉർവത്തുൽ വുസ്ഖ തുടങ്ങി പല പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിൻ്റെ പര്യായ പദങ്ങളെന്നോണം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹീദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിന് അള്ളാഹുവിൻ്റെ സാക്ഷ്യമുണ്ട് എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ അള്ളാഹു സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഉണർത്തിയ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസ്സുകളിൽ അവസരങ്ങളിൽ നമുക്ക് അതിൻ്റെ മഹത്വം കൂടി മനസ്സിലാക്കും വിധം ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ പറഞ്ഞ് തുടങ്ങാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമാക്കുന്നത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥ ആരാധ്യൻ അവൻ അല്ലാഹു മാത്രമാകുന്നു. അതിനർത്ഥം, അതിൻ്റെ മറുപുറം യഥാർത്ഥമല്ലാത്ത കുറേ ആരാധ്യന്മാരുണ്ട്, വ്യാജമായ ആരാധ്യന്മാർ. അവർ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെ ഈ ഉലകത്തിൽ ആരാധിക്കപ്പെടുന്നവയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, ഹക്കായ യഥാർത്ഥത്തിലുള്ള ആരാധ്യന്മാരല്ല. അതൊക്കെ വ്യാജമാണ്, ബാത്തിലാണ്. യഥാർത്ഥ ആരാധ്യൻ ഏകൻ, അവൻ അല്ലാഹു മാത്രമാകുന്നു. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ.
ആ യഥാർത്ഥ ആരാധ്യനെ മാത്രം ആരാധിക്കണം എന്ന വഹയോദിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദൂതനെയും നിയോഗിച്ചിട്ടുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കളുടെ മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല മിൻ റസൂലിൻ, ഒരു റസൂലിനെയും ഇല്ലാ നൂഹി ഇലൈഹി, നാം അദ്ദേഹത്തിന് ബോധനമേകാതെ. എന്ത് വിഷയത്തിൽ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ മാത്രമാകുന്നു യഥാർത്ഥ ആരാധ്യൻ എന്ന വിഷയത്തിൽ. അതുകൊണ്ട് ഫഅ്ബുദൂനി, നിങ്ങൾ എന്നെ ആരാധിക്കുകയും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് നൽകിയ, മുർസലീങ്ങൾക്ക് നൽകിയതായ ബോധനം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹങ്ങളിലും അല്ലാഹു റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് നൽകിയ സന്ദേശം? അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകൾ അവരെ വർജിക്കുകയും ചെയ്യണം. അനി അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാഹ്, വജ്തനിബുത് താഗൂത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ. അപ്പോൾ അള്ളാഹു ഒഴികെ ആരാധിക്കപ്പെടുന്നവരായിട്ടുള്ളതിനെ എല്ലാം ഒഴിവാക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഈ സന്ദേശം എല്ലാ റസൂലുമാർക്കും അള്ളാഹു ബോധനമേകി എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം എന്നുള്ളതാണ്. മറ്റൊരാരാധ്യനും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുറൈശി കുഫാറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവീൻ, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവീൻ, നിങ്ങൾ വിജയിക്കുമെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതിനെയെല്ലാം മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് മഹാത്ഭുതം തന്നെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അവർ ഉൾക്കൊണ്ട്. അതെന്താ? ഒരാരാധ്യനുമില്ല ഏക ഇലാഹല്ലാതെ. അതവർ ഉൾക്കൊണ്ടത് കാരണത്താലാണ് ഈ ചോദ്യം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, ആ ഇലാഹിനെ ഒക്കെ ഒരൊറ്റ ഇലാഹാക്കി മാറ്റിയോ എന്നവർ ചോദിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ എന്താ ലാ ഇലാഹ ഇല്ല എന്നതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ആരാധനക്കർഹൻ, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്നുള്ളതാണ്. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ് ഗോത്രത്തിൽ വന്നിട്ട് അവരോട് പറഞ്ഞു, യാ ഖൗം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുത്തോളി, നിങ്ങൾക്ക് അല്ലാഹ് അല്ലാതെ മറ്റ് ഒരു ഇലാഹ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ആദ് ഗോത്രം ഹൂദ് നബിയോട് പ്രതികരിച്ചത്? ഖാലു അജിഅ്തനാ ലിനഅ്ബുദല്ലാഹ വഹ്ദഹു വനദറ മാ കാന യഅ്ബുദു ആബാഉന. അജിഅ്തന, ഹൂദ് നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ? ലിനഅ്ബുദല്ലാഹ വഹദ, ഞങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കാൻ. വനദറ മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരൊക്കെ ഞങ്ങൾ വെടിയാനും ഏക ഇലാഹിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുവാനുമാണോ? അത് കൽപ്പിക്കാനാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നത് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൂദ് നബി ആദ് ഗോത്രത്തോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞപ്പോൾ ആദ് ഗോത്രം ആ പ്രതികരിച്ചതെന്ന് എന്താ മനസ്സിലാണത്? മറ്റ് ആരാധ്യന്മാരാരുമില്ല, ഒരാരാധ്യൻ മാത്രം എന്നാണ്. അപ്പോൾ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം. ഒരാരാധ്യനുമില്ല, ആരല്ലാതെ? അള്ളാഹു അല്ലാതെ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴാണ് ഒരു മനുഷ്യന് ഉപകാരപ്പെടുക? നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ മഹത്വങ്ങളുണ്ട്, പ്രതിഫലമുണ്ട്, അതുകൊണ്ട് കുറേ നേട്ടങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗത്തിൻ്റെ താക്കോല്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അതിൽ നിന്ന് മോചിതനാകും. അണുമണി തൂക്കം ഈമാൻ ഖൽബിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യൻ നരകത്ത് പോവില്ല. ഇതൊക്കെ തിരുമൊഴികളിൽ വന്ന സുവിശേഷങ്ങളാണ്. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എപ്പോഴാണ് ഉപകരിക്കുക? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ചില വചനങ്ങൾ നമ്മൾ മുഖവിലക്കെടുത്ത് പഠിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നല്ലാഹ ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ അള്ളാഹു നരകത്തീനെ ഹറാമാക്കിയിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നെയോ യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, പിന്നെ എന്ത് വേണം? യബ്തഗി ബിദാലിക്, ആ പറച്ചിലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ അയാൾ കാംക്ഷിക്കണം വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം, വജ്ഹിനെ. അപ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം ആണ് അയാളെ അള്ളാഹു നരകത്തീനെ ഹറാമാക്കുന്ന പറഞ്ഞത്. അപ്പോൾ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, പിന്നെ അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പറയണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുക അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോഴാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ പിന്നിലിരുത്തിയിട്ടുള്ള യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനെ വിളിച്ചു. യാ മുആദ്. അവർ മുആദ് ലബ്ബൈക്ക് യാ റസൂലല്ലാഹ് വസഅദൈക്ക്, റസൂലേ നിങ്ങൾക്ക് ഞാനിതാ ഉത്തരമേകുന്നു, അതിൽ ഞാൻ അനുഗ്രഹീതനാണ്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. എന്തിനാ 3 പ്രാവശ്യം യാ മുആദ് എന്ന് പറഞ്ഞിട്ട് മുആദ് റസൂലുള്ളാഹിനോട് ലബ്ബൈക്ക് വസഅദൈക്ക് എന്ന് പറഞ്ഞ് പ്രതികരിച്ചത്? പറയാൻ പോണ വിഷയം അത് അത്രമാത്രം അട്രാക്റ്റീവാണ്, വശ്യമാണ്, അത് ഹൃദയത്തിൽ നന്നായി കോറേണ്ട വിഷയമാണ്, അത് ശ്രദ്ധേയമാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ ഒരു ആമുഖം, മുഖദ്ദിമ. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ എന്നാണ്. എന്താ? മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ആരുമില്ല, സിദ്ഖൻ മിൻ ഖൽബിഹി മനസ്സിൽ സത്യസന്ധനായിക്കൊണ്ട്, ഇല്ല ഹറമഹുല്ലാ അലന്നാർ ആ മനുഷ്യനെ അള്ളാഹു നരകത്തീനെ ഹറാമാക്കാതെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സാക്ഷ്യം പറയുന്നവന് അള്ളാഹു നരകത്തീനെ ഹറാമാക്കുന്ന പറഞ്ഞത് എപ്പോൾ? കേവലം പറച്ചിലിൽ മാത്രം അല്ല, പിന്നെയോ സിദ്ഖൻ മിൻ ഖൽബിഹി, കൽബിൽ നിന്ന് സത്യസന്ധമായി കൊണ്ടായിരിക്കണം ഈ സാക്ഷ്യവചനം ഉയർക്കൊള്ളേണ്ടത്, നാവിലൂടെ പുറത്തു വരേണ്ടത്. അപ്പോൾ എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒപ്പിക്കേണ്ടതുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം നമ്മൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതാണ് ഈ തിരുമൊഴികളെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒക്കെ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യൻ ലാ യൽഖല്ലാഹ ബിഹിമ അബ്ദുൻ ഗൈറ ഷാക്കിൻ ഫയഹ്ജിബു അൻഹുൽ ജന്ന. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു അടിമ സംശയമില്ലാതെയാണ് അയാൾ ഈ പറയുന്നത് എങ്കിൽ അയാളെ തൊട്ട് അള്ളാഹു നരകത്തിന് മറയിടൂല എന്നാണ്. നരകത്തിന് മറയിടൂല എന്നാണ്. എന്താ? അല്ല, അസ്തഗ്ഫിറുല്ലാഹ്, സ്വർഗത്തിന് മറയിടൂല എന്നാണ്. ഫയഹ്ജിബു അൻഹു അൽ ജന്ന എന്നാണ്. സംശയമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തെ തൊട്ട് മറയിടൂല എന്നാണ്. അയാൾ സ്വർഗത്തിലേക്ക് അലത്തൂല് പോകുന്ന അതിൻ്റെ അർത്ഥം മനസ്സിലായി? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് എപ്പോഴാണ് ഒരു മനുഷ്യന് ഉപകരിക്കുക? ഷെക്കില്ലാതെ അയാൾ പറയണം എന്നാണ്. ഷെക്കില്ലാതെ അയാൾ പറയണം. അപ്പോൾ അയാൾക്ക് സ്വർഗത്തെ തൊട്ട് അള്ളാഹു വീഴ്ത്തൂല, അലത്തൂല, അയാൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ കേവലം പറച്ചിൽ പോരാ, പിന്നെന്ത് വേണം? ആ കേവല പറച്ചിലിനോടൊപ്പം ചില കാര്യങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ അതിനാലാണ് പണ്ഡിതന്മാർ പറയുന്നത് പ്രമാണവചനങ്ങളെ മുഖവിലക്കെടുത്ത് ചില ഷർത്തുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില റുക്നുകളുണ്ട്. ആ റുക്നുകളും ഷർത്തുകളും പാലിക്കണം. റുക്നുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സാക്ഷ്യവചനം അതിലടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളാണ് അതിൻ്റെ റുക്നുകൾ. 2 ഘടകങ്ങളാണ്. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ എന്നർത്ഥം? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹനായി ആരുമില്ല എന്നാണ്. ഇതര ആരാധ്യന്മാരെ മുഴുവൻ നിരാകരിക്കലും നിഷേധിക്കലുമാണ് ലാ ഇലാഹ. അതാണ് ഒരു ഘടകം. പിന്നെ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ അള്ളാഹു അല്ലാതെ, അതതിൻ്റെ 2ാമത്തെ ഘടകം. അപ്പോൾ യഥാർത്ഥ ആരാധ്യൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ
യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു ഭാഗം, അള്ളാഹു ഒഴികെ എന്നുള്ളത് മറ്റേ ഭാഗം. ഈ രണ്ട് റുക്കുനുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ തെളിവ്, ലാ ഇലാഹ എന്നതിൻ്റെ ആ ഘടകത്തിൻ്റെ തെളിവ് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ തെളിവോ സൂറത്തുൽ ഇഖ്ലാസാണ്. അല്ലാഹു അല്ലാതെ, അല്ലാഹു ആരാ? അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ രണ്ട് ഘടകങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലയിലുണ്ട്. ഒന്ന് ലാ ഇലാഹ, മറ്റൊന്ന് ഇല്ലല്ലാ. അതിൻ്റെ രണ്ട് റുക്കുനുകളാണ്. ഒന്ന് നിരാകരണമാണ്, അതാണ് ലാ ഇലാഹ. മറ്റേത് സ്ഥിരീകരണമാണ്, അതാണ് ഇല്ലല്ലാ. ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ നഫിയും ഇസ്ബാത്തുമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലക്ക് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ശരിയാകുവാൻ, സാധുവാകുവാൻ, കൃത്യമാകുവാൻ ചില ഷർത്തുകളുണ്ട്. ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പുലരേണ്ടതും ശരിപ്പെടേണ്ടതുമുണ്ട്. അപ്പം നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്താണെന്ത്? ശുദ്ധി. നിസ്കാരത്തിൻ്റെ ഷർത്താണെന്ത്? ശുദ്ധി. നിസ്കാരം ശരിയാണെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം, അല്ലേ? അതേപോലെ നിസ്കാരത്തിൻ്റെ ഷർത്താണ് കിബിലക്ക് മുന്നിടുക എന്നുള്ളത്. നിസ്കാരം സാധുവാകണമെങ്കിൽ, ശരിയാണെങ്കിൽ എന്ത് വേണം? കിബിലക്ക് മുന്നിടണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ് ഈ പറയപ്പോണ കാര്യങ്ങൾ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഷർത്തുകൾ പുലരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വീകാര്യമാകണമെങ്കിൽ എന്ത് വേണം? ഈ ഷർത്തുകൾ പുലരണം. എന്താണ് ഷർത്തുകൾ? ആദ്യം നമുക്കതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാം, പിന്നെ ഓരോ ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഷർത്തുകൾ ഓരോന്നും വിശദീകരിക്കാം. ഒരു കവി ഇപ്രകാരം: ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖു കമ മഹബ്ബത്തുൻ വ ഖിയാദുൻ വൽ ഖബൂലു ലഹ. 7 കാര്യങ്ങൾ. ഇൽമ് അറിവ്, യഖീൻ ദൃഢബോധം, ഇഖ്ലാസ് നിഷ്കളങ്കത, സിദ്ഖുക ആണ് നിൻ്റെ സത്യസന്ധത, മഹബ്ബത്തിൻ എന്നാണ് മഹബ്ബത്താണ് ഇഷ്ടം, ഇൻഖിയാദ് കീഴ്പ്പെടൽ, ഖബൂൽ സ്വീകാര്യത. ഇതാണ് മൊത്തത്തിൽ 7 ഷർത്തുകൾ. ഇമാം അൽ ഹാഫിദുൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിതയിൽ സമാഹാരത്തിൽ, അത് അഖീദ വിഷയങ്ങളെ കോർവപ്പെടുത്തി അദ്ദേഹത്തിനൊരു കവിതാ സമാഹാരമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്: വബിശുറൂത്തിൻ സബ്അത്തിൻ ഖദ് ഖുയ്യിദത് വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത് ഫഇന്നഹു ലം യൻതഫി ഖായിലഹ ബിന്നുത്ഖി ഇല്ലാ ഹൈസു യസ്തക്മിലുഹ വൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബത്തു വഫഖക്കല്ലാഹു ലിമാ ഉഹിബ്ബുഹു. എന്താ? വബിശുറൂത്തിൻ സബ്അത്തിൻ 7 ഷർത്തുകൾ കൊണ്ട് ഖദ് ഖുയ്യിദത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് ഖൈദ് ഉപാധി വെക്കപ്പെട്ടിട്ടുണ്ട്. വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത്. ഈ ഷർത്തുകൾ 7ഉം നുസൂസുൽ വഹി വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും ടെക്സ്റ്റുകളിൽ, പ്രമാണങ്ങളിൽ വന്നിട്ടുമുണ്ട് ഈ ഷർത്തുകളൊക്കെ. ഫഇന്നഹു ലം യൻതഫി ഖായിലഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് പറഞ്ഞവന് ഉപകരിക്കുകയില്ല. ബിന്നുത്ഖ് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ കൊണ്ട്, ഉച്ചരിക്കൽ കൊണ്ട്. ഇല്ലാ ഹൈസു യസ്തഖ്മിലുഹ കേവല ഉച്ചാരണം പോരാ, പിന്നെ എന്ത് വേണം? ഈ പോകുന്ന ഷർത്തുകൾ അതിനവൻ പൂർത്തീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടൊപ്പം ഷർത്തുകൾ അവന് പൂർത്തീകരിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? വൽ ഇൽമു വൽ യഖീൻ വൽ ഖബൂൽ. നമ്മൾ ആദ്യത്തെ കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ അറിവ്, യഖീൻ ദൃഢവിശ്വാസം, ഖബൂൽ സ്വീകാര്യത, ഇൻഖിയാദ് കീഴൊതുങ്ങൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അടിപ്പെടൽ, ഫദ്രി മാ അഖൂൽ ഞാൻ പറയുന്നതൊക്കെ നീ മനസ്സിലാക്കിക്കോ, വസ്സിദ്ഖു വൽ ഇഖ്ലാസ് വൽ മഹബ്ബ സത്യസന്ധത, നിഷ്കളങ്കത, സ്നേഹം. ഇതാണ് 7 ഷർത്തുകൾ. വഫഖക്കല്ലാഹ് ലിമാ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് അള്ളാഹു നിനക്ക് പിന്നെ തൗഫീഖ് ആകട്ടെ. ഇതാണ് അൽ ഹാഫിദുൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്. നമുക്കിനി ഇത് ഓരോന്നും, എന്താണ് ഇൽമ്, അതിനുള്ള തെളിവ്, എന്താണ് യഖീന്, അതിൻ്റെ ഉദ്ദേശം,
തെളിവ്. എന്താണ് ഖബൂൽ, എന്താണ് അതിൻ്റെ താല്പര്യം, അതിൻ്റെ തെളിവ്. ഇൻഖിയാദ് എന്ത്, സിദ്ഖ് എന്ത്, ഇഖ്ലാസ് എന്ത്, മഹബ്ബത്ത് എന്ത്, അതെങ്ങനെയാണ് പ്രമാണവചനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ ഉരുത്തിരിഞ്ഞ് എടുത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായിട്ട് മനസ്സിലാക്കി തന്നത്. അതാണ് ഇൻഷാ അല്ലാഹ് തുടർത്തി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ഉരയാടിയാൽ പോരാ, ഉച്ചരിച്ചാൽ പോരാ. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ ഷർത്തുകൾ പാലിച്ച് അത് പൂർത്തീകരിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് സ്വർഗം തുറക്കാനുള്ള താക്കോലാകുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ വഫത്ഹുൽ ബാബി ലൈസ ബിമുംകിനിൻ ഇല്ലാ ബിമിഫ്താഹിൻ അലാ അസ്നാനി മിഫ്താഹുഹു ബിശഹാദത്തിൽ ഇഖ്ലാസി വത്തൗഹീദി തിൽക ഷഹാദത്തുൽ ഈമാനി അസ്നാനുഹുൽ അഅമാലു വഹിയ ശറാഇഉൽ ഇസ്ലാമി വൽ മിഫ്താഹു ബിൽ അസ്നാനി ലാ തുൽഗിയൻ ഹാദൽ മിസാല ഫകം ബിഹി മിൻ ഹല്ലി ഇഷ്കാലിൻ ലിദിൽ ഇർഫാനി. എന്താ ഹാദാ വഫത്ഹുൽ ബാബ്, സ്വർഗ കവാടം തുറക്കുക എന്നത് ലൈസ ബിമുംകിനിൻ, സാധ്യമല്ല. ഇല്ലാ ബിമിഫ്താഹിൻ അലാ അസ്നാനിൻ, പല്ലൊത്ത താക്കോല് കൊണ്ട് വന്നാലല്ലാതെ. പല്ലൊത്ത താക്കോല് കൊണ്ട് വന്നാലാണ് സ്വർഗ കവാടം തുറക്കാൻ പറ്റുക. മിഫ്താഹുഹു, സ്വർഗ കവാടം തുറക്കാനുള്ള താക്കോല് ബിശഹാദത്തിൽ ഇഖ്ലാസി വത്തൗഹീദി, ഇഖ്ലാസിൻ്റെയും തൗഹീദിൻ്റെയും സാക്ഷ്യവചനാണ്. തിൽക ഷഹാദത്തിൽ ഈമാൻ, അതാണ് ഷഹാദത്തിൽ ഈമാൻ, ഈമാൻ്റെ സാക്ഷ്യവചനം. അതിന് തുറക്കാനുള്ള പല്ലൊക്കെ എന്ന് പറഞ്ഞില്ലേ, ആ പല്ലുകൾ എന്താണ്? അസ്നാനുഹുൽ അഅമാൽ, അത് കർമ്മങ്ങളാണ്. വഹിയ ശറാഇഉൽ ഇസ്ലാം, അതാണ് ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ മത നിയമങ്ങൾ. വൽ മിഫ്താഹു ബിൽ അസ്നാനി, പല്ലൊത്ത താക്കോല് തന്നെ വേണം സ്വർഗം തുറക്കാൻ. ലാ തുൽഗിയന്ന ഹാദൽ മിസാൽ, ഈ ഒരു ഉദാഹരണം നീ ഒരിക്കലും ഒഴിവാക്കണ്ട, വിഗണിക്കണ്ട. ഫകം ബിഹി മിൻ ഹല്ലി ഇഷ്കാനിൽ ലിദിൽ ഇർഫാനി, അറിവുള്ളവർക്ക് എത്ര ഇഷ്കാലുകൾ അത് വിശദീകരിക്കുവാൻ, വിശകലനം ചെയ്യുവാൻ ഈ ഉദാഹരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് അത് സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് എങ്കിൽ ആ താക്കോലിന് എന്തുണ്ട്? അതിന് അതിൻ്റേതായ പല്ലുകളുണ്ട്. ആ പല്ലുകൾ അതാണ് ഷർത്തുകൾ. അത് ഒത്തിട്ടുണ്ട് എങ്കിലാണ് സ്വർഗം തുറക്കാൻ സാധിക്കുക, സ്വർഗം തുറക്കാൻ സാധിക്കുക. പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവരെ യഥാവിധം മുസ്ലിമീങ്ങളാക്കണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തേട്ടമനുസരിച്ച് യഥാവിധം പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമില്ല. എന്തുകൊണ്ട്? അവരുടെ അടുത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിന് പല പല്ലുകളും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഷർത്തുകൾ അറിയൽ, മനസ്സിലാക്കൽ എല്ലാവരുടെയും മേൽ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ഷർത്തുകളെയും മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.